അത് കുറച്ച് എന്താ സാധാരണ ആൾക്കാരെ പോലെ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരുന്നു. സാധാരണ ഇപ്പം വൈഫ് ഇങ്ങനെ ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ഗ്യാതറിങ്സ് ഇവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ പല ഹാപ്പിനെസ്സും ഇതിന് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എത്ര നാൾ കോംപ്രമൈസ് ചെയ്യേണ്ടി? ഒരു വർഷത്തോളം ഈ കല്യാണം കഴിഞ്ഞത് മുതൽ ഒരു വർഷത്തോളം. ഒരു ഹണിമൂൺ പീരീഡ് മുഴുവൻ എക്സാം പ്രിപ്പറേഷൻ ആയി. IAS പ്രതീക്ഷിച്ച് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് നിരാശരായി ഒരുപാട് പേർ കേരളത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് പഠിച്ച് മികവ് പുലർത്തി KASലൂടെ സെക്രട്ടേറിയറ്റിൽ എത്തുന്ന കാഴ്ച നമ്മൾ സാധാരണയായി കാണുന്നതാണ്. പക്ഷേ അസാധാരണമായ ഒരു കാഴ്ചയാണ് ഞാൻ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. അതായത് ഒരു ദമ്പതികൾ അവർ ഒരുമിച്ചിരുന്ന് വിവാഹത്തിന് ശേഷം പഠിച്ച് KAS പരീക്ഷ പാസ്സായി ലിസ്റ്റിൽ ഇടം പിടിച്ച് അവരുടെ പ്ലേസ്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന അവർ ആ പ്രതീക്ഷകൾ പങ്കുവെച്ച് ആ ദമ്പതികൾ എന്നോടൊപ്പം ചേരുന്നു. ആൻഡോ ആൻഡ് ആഷ്ലിൻ. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് തയ്യാറെടുക്കുന്ന ഒരു എക്സാമാണിത്. അപ്പം എത്രയും ചലഞ്ചിങ് ആയിരുന്നു ഇങ്ങനെ ഒരു കാര്യം നേടിയെടുക്കുക എന്നുള്ളത്? തീർച്ചയായിട്ടും ചലഞ്ചിങ് ആയിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഒരു PSC ബാക്ക്ഗ്രൗണ്ട് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ, ഒരു UPSC ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് എനിക്ക് ഇപ്പോൾ ആ ഒരു മെയിൻസ് ആൻസർ റൈറ്റിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനും ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് അത്രയും കോമ്പീറ്റ് ചെയ്യാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ്. ഈ UPSCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ UPSC സ്വാഭാവികമായ എക്സാം എഴുതി നമ്മൾ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഡെസ്പറേറ്റ് ആകുന്ന ഒരു സാഹചര്യം. അവിടെ നിന്ന് വീണ്ടും ആത്മവിശ്വാസം വീണ്ടെടുത്ത് ഈ KASന് വേണ്ടി പഠിക്കുക. ഏതാണ്ട് ഒരേ മോഡൽ തന്നെയായിരുന്നു അല്ലേ? അപ്പോൾ അത് എത്ര ഉണ്ടായിരുന്നു പ്രതീക്ഷകൾ? എങ്ങനെയായിരുന്നു ഈ ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയത്? എങ്ങനെയായിരുന്നു? 2022 മുതൽ ഈ സിവിൽ സർവീസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു, UPSC സിവിൽ സർവീസിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യം അറ്റംപ്റ്റ് കൊടുത്തു. അപ്പോൾ UPSCയുടെ എക്സാം ഒരു 2 മാർക്ക് 2.5 മാർക്ക് അങ്ങനെ വ്യത്യാസത്തിൽ പ്രിലിംസൊക്കെ ക്ലിയർ ആവാതെ 2 പ്രാവശ്യമൊക്കെ നിന്നു. അപ്പോൾ അപ്പോഴൊക്കെ വൈഫ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ സാരല്ല, വീണ്ടും പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇപ്പോൾ ഈ 2025 ആയിരുന്നു നമ്മുടെ കല്യാണം, ഫെബ്രുവരിയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ KAS എക്സാം വരുന്ന സമയത്തും ഞാൻ ഓൾമോസ്റ്റ് ഈ പ്രിപ്പറേഷനൊക്കെ നിർത്തി, ഇനിയിപ്പം ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇതൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ഇവിടെ സെറ്റിലായി. അപ്പോൾ പിന്നെ എന്നാൽ നമുക്ക് ഒരുമിച്ച് നോക്കാം, ഈ എക്സാമിന് വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു തോട്ടിലോട്ട് വരികയും പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് സപ്പോർട്ടീവായിട്ട് നിന്നിട്ട് ആൻസേഴ്സൊക്കെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഇവാലുവേറ്റ് ചെയ്യുകയായിരുന്നു. പിന്നെ അതുപോലെ കുറേ ഏരിയാസൊക്കെ ഞാൻ UPSC പ്രിപ്പയർ ചെയ്ത് വന്നതുകൊണ്ട് എനിക്ക് കുറേ ഏരിയാസ് എനിക്ക് PSCയിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് നമുക്ക് ഐഡിയ ഉള്ള ഏരിയാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഏരിയാസൊക്കെ കുറച്ച് കൂടെ ക്ലിയറായിട്ട് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ എങ്ങനെയാണ് ലൈഫും ഇതും കൂടെ ബാലൻസ് ചെയ്ത് എങ്ങനെയാണ്? കുറച്ച് എന്താ സാധാരണ ആൾക്കാരെ പോലെ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരുന്നു. സാധാരണ ഇപ്പം വൈഫ് ഇങ്ങനെ ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ഗ്യാതറിങ്സ് ഇവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ പല ഹാപ്പിനെസ്സും ഇതിന് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എത്ര നാൾ കോംപ്രമൈസ് ചെയ്യേണ്ടി? ഒരു വർഷത്തോളം ഈ കല്യാണം കഴിഞ്ഞത് മുതൽ ഒരു വർഷത്തോളം. ഒരു ഹണിമൂൺ പീരീഡ് മുഴുവൻ എക്സാം പ്രിപ്പറേഷൻ ആയി. വൈഫ് അണ്ടർസ്റ്റാൻഡിങ് ആയതുകൊണ്ട് കൂടെയാണ്. സാധാരണ ഒരു പ്രിപ്പയർ ചെയ്യാത്ത ഒരാളൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ ഒന്നിനും സമയം കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കണമെന്നില്ല. അപ്പം അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയ ഒരാളായതുകൊണ്ട് കുറച്ചും കൂടെ എളുപ്പം. നിങ്ങൾ തിരുവനന്തപുരത്തുകാരാണ് രണ്ടുപേരും അല്ലേ? നെയ്യാറ്റിങ്കര, പൂവാർ. അപ്പം വീട്ടിലേക്കൊന്നും പോകാറില്ലായിരുന്നു? ഇവിടെ തന്നെ ഫുൾ ടൈം പഠനം? വീട്ടിലേക്ക് പോകാറുണ്ട്. പരീക്ഷ അടുപ്പിച്ച ആ ഒരു സമയത്ത് വീട്ടിലേക്ക് പോക്ക് കുറച്ച് കുറവായിരുന്നു. ഇവിടെ തന്നെ ഈ വീട്, ഈ റൂം ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയൊക്കെ അതിന് സപ്പോർട്ടീവായി മാറി? തീർച്ചയായിട്ടും ഫാമിലി നല്ല സപ്പോർട്ടായിരുന്നു. അവരും അണ്ടർസ്റ്റാൻഡ് ചെയ്തു നമ്മൾ പഠിക്കുകയാണ്, ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്നുള്ള രീതിയിലൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. PSCയുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ട് സമരങ്ങളുമായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരുപാട് പേർ പ്രതിഷേധിക്കുന്ന ഞങ്ങൾ പലപ്പോഴും സാധാരണ കാഴ്ചയായി മാറിയിട്ടുണ്ട്. അതൊക്കെ വാർത്തകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലിസ്റ്റിൽ ഇടം പിടിച്ചു. ഇനി ഇതിൻ്റെ ഒരു എപ്പോഴാണ് അതിൻ്റെ എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട്? നിലവിൽ ഒരു 30 വേക്കൻസിയാണ് പറയുന്നത്. 32 വേക്കൻസിയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇനിയും വേക്കൻസികൾ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് കിട്ടാനുണ്ട്. പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇനി വേക്കൻസികൾ ഉണ്ടെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷയുണ്ട്, അപ്പോയിൻമെൻറ്റ് കിട്ടാമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഇതിനു വേണ്ടി ബ്ലാങ്ക് ആയിട്ട് തയ്യാറാകുന്നവരുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ KS എഴുതണം, പക്ഷേ മറ്റൊന്നും അറിയത്തില്ല. അങ്ങനെയുള്ളവർക്ക് ഇപ്പം PSC ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉള്ളായിരുന്നു എന്നല്ലോ ആവശ്യം പറഞ്ഞത്. എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് ഷോർട്ടായിട്ട്?
ഓക്കെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ പ്രിലിംസ് ആണെങ്കിലും അതൊരു വെയിറ്റേജ് നോക്കി. ഇപ്പം സിലബസ് നമുക്കൊരു ഡെഫിനറ്റ് സിലബസ് തരും. അതിൽ കൂടുതൽ വെയിറ്റേജ് ഉള്ള സബ്ജക്ട്സ് ആദ്യമേ നന്നായിട്ട് പഠിക്കുക, അത് കറക്റ്റായിട്ട് റിവൈസ് ചെയ്യുക. ഫുൾ നമുക്ക് ഒരു എൻ്റയർ സിലബസ് കവർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ടൈം ഏറ്റവും കൂടുതൽ മാർക്ക് എവിടെയാണോ, നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ് എവിടെയാണോ അവിടെ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുക, അതാണ്. പിന്നെ ആൻസർ റൈറ്റിംഗ് ഈ പറഞ്ഞ പോലെ PSC ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് റൈറ്റിംഗ് അത്ര നല്ലതാവണമെന്നില്ല. അപ്പോൾ ഇത് ചെയ്യുന്ന ഈ പ്രിലിംസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആൻസർ റൈറ്റിംഗ് നമ്മൾ ടൈം മാനേജ് ചെയ്ത് എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രാക്ടീസ് തന്നെയാണ് ഇതിന് വേണ്ടത്. കുറച്ച് എൻ്റർടൈൻമെൻറ്റ് മാറ്റി വെക്കണം ഒരു വർഷത്തേക്ക് അല്ലേ? അതെ അതെ, നമ്മുടെ പ്രയോറിറ്റീസ് ഒക്കെ മാറ്റേണ്ടി. അപ്പോൾ എല്ലാ ആശംസകളും നമുക്ക് കാണാം സെക്രട്ടേറിയറ്റിൽ. ഓക്കെ, ശരിയാണ്. ഓക്കെ, ക്യാമറമാൻ അരുണിനൊപ്പം ഡാൻ കുര്യൻ, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.